വെൽക്കം ടു സൈബർ ടെക് വീഡിയോസ്. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ബാറ്ററി ബാക്കപ്പാണ്. ഒരു ഇലക്ട്രോണിക്സിൻ്റെ ഒരു ബേസിക് അറിയാവുന്ന ഒരാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബാറ്ററി ബാക്കപ്പാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ഇതുപയോഗിച്ച് നമുക്ക് മോഡം, അതുപോലെ തന്നെ ADSL അങ്ങനെയുള്ള 12 വോൾട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഏതൊരു ഡിവൈസിനെയും നമുക്കിതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ കമ്പോണൻറ്റുകൾ വേണം അതൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കൂടെ കാണിക്കാൻ പോകുന്നത്. അതിന് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ബാറ്ററി പാക്കാണ്. ഈ ബാറ്ററി പാക്ക് നമുക്ക് നെറ്റിൽ അതുപോലെ തന്നെ വാങ്ങാൻ കിട്ടും. ഒരു 3S 11 വോൾട്ട് 2000 mAh ഒരു ബാറ്ററി പാക്ക് നമുക്ക് നെറ്റിൽ നിന്ന് വാങ്ങാൻ പറ്റും. ഇതിൽ BMS പ്രൊട്ടക്ഷൻ ഉണ്ട്. അതായത് BMS എന്ന് പറഞ്ഞാൽ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം. അതായത് ഇതിനകത്ത് ചാർജ് ചെയ്യുന്നതും ഓവർ ചാർജ്, ഓവർലോഡ് പ്രൊട്ടക്ഷൻ അങ്ങനെയുള്ളതെല്ലാം ഈ BMS എന്ന് പറയുന്ന ബോർഡ് ഹാൻഡിൽ ചെയ്തോളും. അപ്പം നമുക്ക് ഇതിലേക്ക് നമ്മുടെ മോഡത്തിൻ്റെ ചാർജർ കണക്ട് ചെയ്യാൻ ഒരു ഇന്നും അതിൻ്റെ പുറത്തേക്ക് ഒരു ഔട്ടും നിങ്ങൾക്ക് കാണാം. അതായത് ഒരെണ്ണം നമ്മുടെ 12 വോൾട്ട് ഇൻപുട്ടും ഒരെണ്ണം 12 വോൾട്ട് ഔട്ട്പുട്ടുമായിട്ട് ഈ ബാറ്ററി പാക്കിൽ നിന്ന് ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടും. ഇതിന് 2000 mAh കപ്പാസിറ്റിയും ഈ ബാറ്ററി പാക്കിനുണ്ട്. ഈ ബോർഡ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്കതിന് ഒരു 499 രൂപയ്ക്ക് നമുക്ക് ആ ബാറ്ററി പാക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 12 വോൾട്ട് സ്റ്റെപ്പപ്പ് ചെയ്യാനുള്ളൊരു ബോർഡാണ്. ഈ ബോർഡിന് വെറും 44-45 രൂപയെ പ്രൈസ് ഉള്ളൂ. ഇതിലൊരു ഇൻപുട്ടും ഔട്ട്പുട്ടും അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്ററി ബാങ്കിൽ നിന്ന് വരുന്ന ഇൻപുട്ട് ഈ ബോർഡിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് കൊടുത്താൽ നമുക്ക് 12 വോൾട്ട് ഔട്ട് എടുക്കാം. അവിടെ ഒരു സ്ക്രൂ തിരിക്കാനുണ്ട്. അത് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് വോൾട്ടേജിലേക്കും സ്റ്റെപ്പപ്പ് ചെയ്യാനായിട്ട് പറ്റും. 12 വോൾട്ടോ 15 വോൾട്ടോ 16 വോൾട്ടോ നമുക്ക് സ്റ്റെപ്പപ്പ് ചെയ്യാൻ പറ്റും. ബാറ്ററിയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ഈ പാക്കിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 11.1 വോൾട്ടാണ്. ഈ 11.1 വോൾട്ടിന് ഈ ബോർഡ് നമുക്ക് സ്റ്റെപ്പപ്പ് ചെയ്ത് കിട്ടും. അപ്പം നമുക്ക് ഏത് വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസുകൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടത് ഒരു DC പിന്നും ഒരു DC സോക്കറ്റുമാണ്. ഈ DC സോക്കറ്റിൽ നമ്മൾ ബാറ്ററിയിൽ നിന്ന് വരുന്ന ഔട്ട് ഇതിലെ DC സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യും. ആ DC സോക്കറ്റിൽ നിന്ന് വരുന്ന 2 വയറുകൾ നമ്മൾ ഈ ബോർഡിൻ്റെ ഇൻപുട്ടിൽ കണക്ട് ചെയ്യും. ഈ ബോർഡിൻ്റെ ഔട്ടിൽ നിന്ന് 2 വയർ എടുത്തിട്ട് ആ വയർ നമ്മൾ വേറൊരു DC പിന്നിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ബോർഡിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതിലൊരു പിന്നുണ്ട്. അത് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് വോൾട്ടേജിലേക്കും സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മോഡം 12 വോൾട്ട് ആണെങ്കിൽ 12 വോൾട്ടിൽ സെറ്റ് ചെയ്ത ശേഷം മാത്രമേ ഈ ബോർഡിലേക്ക് ഈ വയറുകളെല്ലാം കണക്ട് ചെയ്യാവുള്ളൂ. അതിനുശേഷം ഈ DC പിന്ന് നേരെ നമ്മുടെ മോഡത്തിലേക്ക് കണക്ട് ചെയ്താൽ മോഡം വർക്ക് ചെയ്തോളും. അപ്പം ആക്ച്വലി ബാറ്ററിയിലായിരിക്കും ആ മോഡം വർക്ക് ചെയ്യുന്നത്. ഈ മോഡത്തിൻ്റെ കൂടെ നമുക്കൊരു അഡാപ്റ്റർ കിട്ടിയിട്ടുണ്ടാവും. ആ അഡാപ്റ്റർ ഒരു 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ ആയിരിക്കും. ആ അഡാപ്റ്റർ നമ്മൾ ഈ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ചെയ്യും. ഈ BMS ഓട്ടോമാറ്റിക്കലി അതിനെ ബാറ്ററി ഫുള്ളാകുമ്പോൾ തന്നെ കട്ട് ചെയ്യും. അതിനെ ആ ബാറ്ററിയുടെ ചാർജിങ് എല്ലാം അവൻ മാനേജ് ചെയ്തോളും. അപ്പോൾ നമുക്ക് ഈ മോഡത്തിലുള്ള അഡാപ്റ്റർ നമ്മൾ ബാറ്ററി ബാക്കപ്പിലേക്ക് ചാർജ് ചെയ്യും. സെയിം ടൈം ബാറ്ററിയുടെ ബാക്കപ്പിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് വരുന്നത് ഉപയോഗിച്ച് നമ്മുടെ മോഡമോ മറ്റുള്ള ഡിവൈസുകളോ വർക്ക് ചെയ്യും. ഇതാണ് ആ അഡാപ്റ്ററിൻ്റെ പിന്ന്. സാധാ DC പിന്നായിരിക്കും. ഈ DC പിന്നാണ് നമ്മൾ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ബാറ്ററി ബാക്കപ്പിന് 2 ഉപയോഗങ്ങളാണ് ഉള്ളത്. നോർമലായിട്ട് നമ്മുടെ ഇൻവെർട്ടറിലുള്ള വീടാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഇൻവെർട്ടർ സ്വിച്ച് ഓവർ ചെയ്യുന്ന സമയത്ത് വരുന്ന മോഡം തന്നെ റീസ്റ്റാർട്ട് ആവുന്ന ഇഷ്യൂ നമുക്ക് റിസോൾവ് ചെയ്യാം. 2, നമുക്ക് ബാക്കപ്പായിട്ട് മോഡത്തിൻ്റെ ബാക്കപ്പായിട്ടും ഇത് വർക്ക് ചെയ്തോളും. ഇനി ഞാനിത് ഒരു ബോക്സ് മേടിച്ചു. 6.4 ഒരു ബോക്സ് 10-40 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബോക്സ് കിട്ടും. ആ ബോക്സിൽ തന്നെ ഈ അഡാപ്റ്ററും AC അഡാപ്റ്ററും ഈ പവർ ബാങ്കും ബാറ്ററി ബാക്കും ഞാൻ വെച്ചു. ഇതിൻ്റെ അകത്താണ് ഞാൻ ബാക്കിയെല്ലാം സെറ്റ് ചെയ്തത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിനകത്ത് അഡാപ്റ്റർ ഉണ്ട്. അഡാപ്റ്ററിൻ്റെ ഔട്ട് എടുത്ത് ഞാൻ നേരെ ബാറ്ററി പാക്കിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ബാറ്ററി പാക്കിൻ്റെ ഔട്ട് എടുത്ത് ഞാൻ പുറത്തേക്ക് ഒരു പിൻ ഇട്ടിട്ടുണ്ട്. ആ പിന്നാണ് നമ്മൾ മോഡത്തിലേക്ക് കണക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും 12 വോൾട്ടായിരിക്കും വരുന്നത്. ഞാനിതൊരു ബോക്സിലാക്കി എന്നുള്ളേ ഉള്ളൂ. നമുക്കത് എളുപ്പത്തിൽ അത് ഭിത്തിയിൽ വല്ലതും പിടിപ്പിക്കാനൊക്കെ വളരെ ഈസി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ബോക്സിലേക്ക് ഇതെല്ലാം കൂടെ ഒന്നിച്ച് സെറ്റ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ വേണമെങ്കിൽ അത് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇത് ഏതൊരു ബേസിക്കായിട്ട് ഇലക്ട്രോണിക്സ് അറിയാവുന്ന ആർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ആക്ച്വലി ഇതിൻ്റെ പ്രൈസ് ഇൻ്റർനെറ്റിൽ നമ്മൾ ഇതിൻ്റെ പവർ ബാങ്കായിട്ട് മേടിക്കാൻ കിട്ടും. അതിന് ഏകദേശം 1500 രൂപ അടുത്ത് റേറ്റ് ഉണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.